അതാണ് നമ്മൾ ചേച്ചി. അതിപ്പോ നമ്മള് പാട്ട് പാത്തു ഒരു പാട്ട് പറയും നമ്മളെ കുറിച്ചുള്ള പാട്ട് പാടി. ഏത്? വെളുത്ത പെണ്ണ്. അഞ്ച് വെളുത്തിട്ടാ? പിന്നല്ലാണ്ട് ഇതൊക്കെ വെളുപ്പാണോ പാത്തോ? അപ്പൊ വെളുത്ത പെണ്ണുങ്ങളെ പറ്റി ഞാൻ എന്ത് പാടൂ? നിങ്ങൾ പാട്ടിനുണ്ടെങ്കിൽ പാടാ. വെളുത്ത പെണ്ണെ മനസ്സിലെന്താണ്, നിന്റെ മനസ്സിലെന്താണ്? വെളുക്കുവോളം കണ്ട കിനാക്കൾ മനസ്സിലുണ്ടല്ലോ, നമ്മളെ മനസ്സിലുണ്ടല്ലോ. കസർത്തുകാരാ കറുത്ത കണ്ണിൽ താമസമാരാണി, കണ്ണിൽ താമസമാരാണി. കളിച്ചു കൊണ്ടൊരു കൺമണിയുള്ളിൽ തപസ്സിരിപ്പുണ്ട്, ഉള്ളിൽ തപസ്സിരിപ്പുണ്ട്. അത് സാറായിക്കണില്ലേ പാത്തോ? നന്നായിക്കണ്. പക്ഷെ നമ്മൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണം. അടുത്ത വായിക്കെന്താണെന്ന് പാത്തോ ഇനി എന്താ ഇരിയെന്നറിയോ? അഭിനയ നൈപുണ്യം വേണമെന്ന്. അതിന്റെ നൈപുണ്യോ? നൈപുണ്യം എന്നാല് കൈപുണ്യം പോലെ ഒരു സാധനം. അതായത് കഴിവ്, അഭിനയത്തിനുള്ള കഴിവ്. അഭിനയിക്കാനുള്ള കഴിവാ? ആടെയപ്പൊ നമ്മൾ ഇടങ്ങാറാവുക. എന്താ പ്രശ്നം? എന്തെത്താ കാട്ട ഞാൻ? നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു രംഗം നമ്മൾ കൊണ്ടാവുന്നോ നാട്ട് അഭിനയിച്ചാ മതി. സിനിമയിലതോ? അങ്ങനാണെങ്കിൽ തന്നെ നമ്മളിപ്പോ ഏതെടുക്കും? ഏതെടുക്കുക? മൺചിത്രത്തായി. മൺചിത്രത്തായോ? മൺചിത്രത്തായിൽ നിങ്ങൾ കോടീശ്വരനോ ഞാനീ ഗംഗയും. ഞാൻ കോടീശ്വരനല്ല, ഞാൻ മീൻകാരനല്ലേ. അതല്ല, സുരേഷ് ഗോപി. നമ്മൾ സുരേഷ് ഗോപിയോ? എന്റെ റബ്ബേ, ഇയാരാണപ്പോ? നമ്മള് ശോഭനോ? ശോഭനയോ? അയ്യോ, എന്റെ ശോഭന ഉണങ്ങിപ്പോയി. ശോഭനന്റെ പകുതി വെച്ച് മുറിച്ചാഞ്ഞു. മൂട്ട പോലെ തെങ്ങളെ നമ്മള് സുരേഷ് ഗോപി ആക്കിയില്ലേ, അതിപ്പോ നമ്മളെ ശോഭനയാക്കണോ? ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണോ? ഓ സമ്മതിച്ച്. അപ്പൊ നമ്മള് സുരേഷ് ഗോപി ശോഭന. നീ കഥ പറ. നമ്മളെ പേര് ഗംഗാന്ന് കേട്ടോ. നമ്മള് അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവുകയ്ക്കും. അന്നപ്പോ നിങ്ങൾ വന്നിട്ട് ചോദിക്കണം, ഗംഗെ ഈ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കണം. അന്നപ്പോ നമ്മൾ ഇങ്ങനെ സ്ഥലത്തേക്ക് പോകുകയെന്നറിയാം. അപ്പൊ നിങ്ങൾ അറിയാൻ പോണ്ടാന്നറിയണം. നമ്മൾ എത്ര നിങ്ങളോട് സമ്മതം ചോദിക്കണോ അന്നപ്പൊക്കെ നിങ്ങൾ പോണ്ടാന്ന് നിങ്ങൾ സമ്മതിക്കരുത്. ചോദിച്ചു എങ്ങോട്ടാ പോണേ? അല്ല പത്തു ഇജ്ജ് എങ്ങോട്ടാ പോണേ? ഗംഗ. ഗംഗ എടുക്കാ പോണത്? ഗംഗ എടുക്കാ പോണല്ല. ഗംഗെ നീ ഇപ്പൊ എവിടെ പോണു? അങ്ങനെയാണ്. ഗംഗേ ഇജ്ജിപ്പോ എവിടെയാ പോന്ന്? നമ്മൾ പറഞ്ഞില്ലായിരുന്നോ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഇന്ന് പോകുന്നീ? അതിലേക്ക് പോണ്ട. എന്താ നമ്മൾ പോയാലി? പോണ്ടാന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെ പോയാലി? അന്നോടല്ല പോണ്ടാന്ന് പറഞ്ഞേ. വിടമാട്ടേ. അപ്പൊ നീ എന്നെ ഇങ്ക നിന്നു എങ്കയും പോക വിടമാട്ടേ? അയോഗ്യനായേ, ഇന്നേക്ക് ദുർഗാഷ്ടമി. അന്നെ കൊന്നീ എന്റെ രക്തത്തെ കുടിച്ച് ഓങ്കാര നടനമാടുവേൻ. രഘുലേട്ടാ, നമ്മൾ എന്താ പറഞ്ഞേ? എന്റെ കസാലയൊക്കെ എടുത്ത് പൊന്തിച്ചേ. സിനിമയിലോള് കട്ടിലെടുത്ത് പൊക്കണേ. നമ്മൾ അന്നപ്പോ ഒരു കസാരെങ്കിലും എടുത്ത് പൊക്കണ്ടേ? നമ്മൾ ശരിക്കും പേടിച്ചോടാണ്ട് കണ്ണു മോറും കണ്ടിട്ട്. ഇതില് ഞമ്മക്ക് നല്ല മാർക്ക് കിട്ടോ. അല്ല എന്റെ സുരേഷ് ഗോപി എങ്ങനെ? സത്യം അറിയാൽ മൂസക്കായി ഭയങ്കര മോശം. നിങ്ങൾ ഒരുപാട് മെച്ചപ്പെടാണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ അഭിനയവും കുഴപ്പമില്ല. അടുത്ത എന്തേതാണെന്ന് വായിക്കി. അടുത്തത് പഠിച്ച റബ്ബെ പാത്തോ ഡാൻസ് അറിയണം പോലെ. എങ്ങനെ ഇടങ്ങേറി നമ്മൾ പഠിപ്പിച്ചു തരാം, ഒരു കുഴപ്പമില്ല. ഡാൻസ് ഒന്നും ഞമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടിയില്ല പത്തുവോ? പറ്റും മൂസക്കായേ. ഈ അയിലയും മത്തിയൊക്കെ പഠിക്കണ മാതിരിയായിട്ട് പഠിച്ചാ മതി. അതാണ് ഇപ്പഴത്തെ ഡാൻസ്. അല്ല അതിന് ഏതാ പാട്ട്? 2 ടൈപ്പിലുള്ള ഡാൻസ് ഓല് ചോദിക്കും, പഴയതും പുതിയതും. നമുക്ക് ആദ്യം പഴയത് കളിക്കാം. ആ മൊബൈൽ ഇങ്ങോട്ടേരി, പാട്ടൊക്കെ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലാലേ. ഇത് നിങ്ങൾ ഉസാറായി ചെയ്തിട്ട് നിങ്ങൾ ഒരു പഴയ മനുഷ്യരാണല്ലോ. ഇനി ഫാസ്റ്റ് നമ്പർ. നമ്മൾ പറഞ്ഞില്ലേ മീൻ പഠിക്കണ മാതിരി ഇങ്ങനെ പഠിക്ക, അങ്ങനെ കുലിക്കൂടി. ഇവിടെ കുലിക്കി.
നമ്മളെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാ കൂടില്ല മോളെ. ഒരു ഫ്ലാറ്റിന് വേണ്ടിട്ടല്ലേ മൂസക്കായേ, ആ നമ്മക്ക് അങ്ങോട്ട് കഷ്ടപ്പെടാ, കുറച്ചായിട്ട് കുളിക്കാ പോരെ. ആയിക്കോട്ടെ. ഹലോ, ഇനി അടുത്ത നിമിത്തന്നെ വായിച്ചോടി. വായിക്കാം. അടുത്തത് പാത്തുവോ? ഹലോ, എന്തേത്താണേ അവസാനം ഒരെഴുതി എന്താന്നറിയോ? എന്തേത്താ? 35 വയസ്സിന് താഴെയുള്ള ദമ്പതിമാർക്ക് ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. അല്ല പാത്തു, എനിക്ക് എത്ര വയസ്സായിപ്പോ? നമുക്ക് 33. എനിക്ക് 44 ആയില്ലേ പാത്തു? ഓ, പോലത്തെ ഒരു വയസ്സിന് കെട്ടിയൻകൊണ്ട നമുക്കിപ്പോ ഫ്ലൈറ്റ് നഷ്ടപ്പെട്ട് ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ കൂടെ പോയാ മതിയായിരുന്നു. എന്നാ ഫ്ലൈറ്റ് കിട്ടിയേനു. ഇനിയിപ്പൊ എന്താക്കും പാത്തു? നിങ്ങളെ 44 വയസ്സും പിടിച്ചിട്ട് ആര് കുത്തിന്നോലെ ആർത്താലല്ലേ? എന്റെ ഫ്ലാറ്റ് കിട്ടണ്, അത് മറിച്ച് വിൽക്കണ്, എന്നിട്ട് റസിയാന്റെ കല്യാണം നടത്തണ്, വേറെ ചെറിയ വീടെടുക്കണ്, ബാക്കിയുള്ളത് ബാങ്ക് കൊണ്ടിടുന്നു. ഇത് താഴെന്ന് മുകളിലേക്ക് വായിച്ചാ മതി. എന്നാ ഈ അടങ്ങറൊന്നും ഇല്ലേ, എല്ലാം കൂടി കുലുക്കി തക്കി ആയിപ്പോ.